Slow. ഹാപ്പി ഇതല്ലേക്കാ നിങ്ങളൊക്കെ തന്നെ അല്ലേ? കുറച്ച് സ്പീഡാക്കറല്ലേ? അല്ല നിങ്ങൾ പതുക്കെ പോണേ. നമ്മൾ പതുക്കെ പോകണം. നിങ്ങളെ ശരീരം 120 മിനിമം പിടിച്ചിട്ടില്ലെങ്കിൽ എപ്പോൾ 120 500 ഒരു മാസം നല്ല 2 മാസം കഴിഞ്ഞാലും നോ പ്രോബ്ലം. നിങ്ങളെ ശരീരം കാത്തു പോവാ. അതത്രേ. ഹേയ് ഹലോ, എന്തല്ല? അങ്ങനെ യാത്രയുടെ 3-ാമത്തെ ദിവസമാണ് നമ്മൾ ബൈക്കിംഗ് റിയലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോർമോസ് ഐലൻഡ് പോയി ഫസ്റ്റ് ഡേ നമ്മൾ പിന്നെ അവിടെ എത്തി. ബന്ദ്രബാസ് തന്നെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ചൊക്കെ നൈറ്റായിരുന്നു മൊത്തം. ഞങ്ങൾ നിങ്ങളെ തോപ്പിക്കാൻ നോക്കിയാ മനസ്സിലായി. നിങ്ങൾ ഇപ്പുറം നിൽക്ക്. സ്ലോ ആക്കണമെങ്കിൽ ഇപ്പുറം നിൽക്കാം, അത് ഫാസ്റ്റിലാക്കാം. ചങ്ങായി ഉരുകിട്ടുണ്ടാവും. അങ്ങനെ 3-ാമത്തെ ദിവസം കൂട്ടത്തിലൊരു 3 പേര് എത്താനുണ്ടായിരുന്നു. അവരെ റിസീവ് ചെയ്യുമ്പോഴേക്ക് തന്നെ ഈവനിങ് ആയി. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ജെറോമിലേക്ക് പോയി. ഞാനും വസീമും അവിടെ വെയിറ്റ് ചെയ്തു. ദെൻ ഒരു ഈവനിങ് ജെറോമിലേക്ക് പോയി. Bandrabas? हाँ बंदरबस टहरान जो टहरान आएगा टहरान हाँ He's watching India movie every time. हाँ Bollywood movie Every night. every night. What's your name? I guess. Show Ismail. Ali. Ali. Ali Tabi. Nice to meet you. Nice. China, Nepal, Bhutan, India. Okay. coming. Sit. Okay. Oh. ഇങ്ങ പൊക്കിട്ട് വീണ്ട നല്ല വീട്ടില്ല. Second scene. സോ എനിക്ക് എൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പാണ് ഓർമ്മ വന്നത്. ബാക്ക് ഇൻ 2018 ഞാൻ ഓൾ ഇന്ത്യൻ ട്രിപ്പ് ചെയ്യുമ്പോൾ ഡൽഹിയിൽ നിന്ന് മനാലി ടു ലേ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ സെർച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് എനിക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ചത്താൽ ആ വഴിക്ക് ഇനി പോകില്ല എന്ന് പറഞ്ഞിട്ട് ആണ് ലേ എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് കർഫ്യൂ ഉണ്ടായിട്ടും ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്, ലേന്ന് ബാക്കിയുള്ള ഒരു ഡയമണ്ട് ഏരിയാസ് ഉണ്ട്, അതൊക്കെ കവർ ചെയ്ത് തിരിച്ച് ലേയിൽ തന്നെ വന്ന് ശ്രീനഗർ വഴിയാണ് അമൃത്സറിലേക്ക് എത്തുന്നത്. അതും രാവിലെ ഏർലി 3 മണിക്ക് തൊട്ടിട്ട് തുടങ്ങിയിട്ട് അടുത്ത ദിവസം രാത്രി 2 മണിക്കാണ് എത്തുന്നത്. സോ അതൊക്കെ ഓർമ്മ വന്നുപോയി ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അത്യാവശ്യം നല്ല ടയർഡായിരുന്നു, ഭയങ്കര മടിയായിരുന്നു സത്യം പറഞ്ഞ് ഓടിക്കാൻ. സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. നിയർലി 450 കിലോമീറ്റർ ആണ് ഓൾട്ടോഗത് നമുക്ക് ആദ്യത്തെ ദിവസം എടുക്കാനുണ്ടായത്. ജെറോമിലേക്ക് 250 അങ്ങനെ ഉണ്ടായത്. പക്ഷെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല മടിയായിരുന്നു, പിന്നെ നല്ല ചൂടും. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് 1-2 സ്റ്റോപ്പൊക്കെ എടുത്തിട്ടാണ് അവിടത്തേക്ക് ജെറോമിലേക്ക് എത്തുന്നത്. ജെറോമിലേക്ക് എത്തുമ്പോഴേക്ക് ഓൾമോസ്റ്റ് 2 മണിയൊക്കെ ആയി. പക്ഷെ ആ സിറ്റി എന്നെ
വണ്ടർ അടിപ്പിച്ചു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ സിറ്റി. മീൻ ക്ലീൻ ആണ്, നീറ്റാണ്. നമ്മൾ എത്തിയപ്പോൾ ലേറ്റ് ആണെങ്കിലും നമുക്കൊരു സിറ്റി കണ്ടാൽ മനസ്സിലാവുമല്ലോ, അത്രയും നീറ്റായിരുന്നു. ഒരു 5 മണിക്കൂർ യാത്ര ഷിറാസിലേക്ക്. ഓക്കെ, നല്ല ചൂടുണ്ട്. രാവിലെ ആകുമ്പോഴേക്ക് അത്യാവശ്യം ട്രാഫിക് ഒക്കെ തുടങ്ങി. പക്ഷെ ഒരു കണക്കിന് നമ്മൾ ജെറോമിൽ നിന്ന് ഷിറാസിലേക്ക് രാവിലെ എണീറ്റ് വിട്ടു. രാവിലെ തന്നെ ഇറങ്ങി. ഓക്കെ, ഇത് ഷിറാസിന് 300 കിലോമീറ്റർ മുമ്പുള്ള ഒരു ടൗണാണ്. ഇവിടെ അറിയുന്ന ഒരാളുടെ വീട്ടിലായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഭയങ്കര ക്ലീനാണ് ഈ നാട്. ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ ഏതാണ്ട് 2 മണിയായി. Can see ദുബായിൽ നമ്മൾ അജ്മാനിലൊക്കെ, അജ്മാൻ ഇപ്പം മാറി, ബട്ട് സ്റ്റിൽ ചില ഏരിയ ഇതുപോലൊക്കെ റാസൽ ഖൈമ എന്ന് പറയാം ഏതാണ്ടൊക്കെ. നമുക്ക് എസ്കോട്ട് ഉണ്ട്. പുള്ളി നമ്മുടെ ഹൈവേയിലേക്ക് എത്തിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നത്. ഇന്നലെ വന്നപ്പോൾ ഈ നാട്ടിൽ കുറച്ച് സ്ഥലങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഏൻഷ്യൻ ടൈപ്പിലുള്ള ആർക്കിടെക്ചർ വീടുകളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരുപാട് യാത്ര ഉള്ളതുകൊണ്ട് ഐ തിങ്ക് ഡയറക്ട്ലി ഹിറ്റിംഗ് ഹൈവേയിലേക്ക് പോകാനുള്ള പ്ലാനാണ്. സോ യാ, അതാണ് the plan. Let's see what's happening on the way. ചൂടുണ്ട്. റണ്ണിങ്ങിൽ ഓക്കെയാണ്, ഹൈവേയിൽ ഓക്കെ ആവുമെന്ന് തോന്നുന്നു. ഐ ഫീൽ ബ്രേക്ക് ഇപ്പോൾ ഓക്കെയാണ്. ടൈറ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് നേരം മാറുമെന്ന് തോന്നുന്നു. ആൻഡ് I don't know, I'm tired. എനിക്ക് സംസാരിക്കാനൊന്നും അധികം പറ്റുന്നില്ല. ടയർഡ് ഇൻ ദ സെൻസ് എനിക്ക് കോഫി കിട്ടിയിട്ടില്ല. സോ അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഓൺ ദ വേ ലെറ്റ്സ് സീ, നമുക്ക് എവിടെന്നെങ്കിൽ പിടിക്കാം. Jerome Old City, Shiraz. കൂട്ടത്തിലുണ്ടായ ഒരാളുടെ ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട് ജെറോമിൽ അവരുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത് ഫസ്റ്റ് ഡേ. ഹോസ്പിറ്റാലിറ്റി അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. രാവിലെ ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവർ റെഡിയാക്കി തന്നു. ഉറങ്ങിയിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ എനിക്ക് ഉറക്കം മതിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓൺ ദ വേ ഫസ്റ്റ് തേടി പിടിച്ചത് കോഫിയാണ്. ഐ മീൻ എന്നെ രാവിലെ തന്നെ ഒന്ന് എണീപ്പിക്കാൻ എനിക്കൊരു കോഫി വേണം, ഒന്ന് ഉണർന്നിരിക്കാൻ. അല്ലെങ്കിൽ ഹൈവേ ഭയങ്കര ബോറിംഗ് ആണ്. സ്ട്രെയിറ്റ് റോഡാണ്. ജെറോം ടു ഷിറാസ് റോഡ് എംടി റോഡ്സ് ആണ്. അപ്പോൾ നല്ല ഉറക്കം വരും. അത്യാവശ്യം ട്രക്കുള്ള റോഡുമാണ്. സോ അവേക്ക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയ കാര്യം. സോ അതുകൊണ്ട് തന്നെ കോഫി കുടിച്ച് ഉറക്കുണ്ടെന്ന് കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് അപ്പ് ആവും, വെള്ളം ഒന്ന് മുഖത്ത് ഒഴിക്കും. അങ്ങനെയാണ് പോയിക്കൊണ്ടുണ്ടായത്.
പെട്രോൾ ഫില്ലിംഗ് ടൈമായി. ഹലോ. Indicator travel serious right indicator ഇട്ടിട്ടുള്ള ലെഫ്റ്റ് ആണ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ ബ്രേക്ക് സ്പീഡിപ്പം മാറ്റിയതാണ്. എയറോണ്ട് അതേപോലെ സർവീസ് ചെയ്തപ്പോൾ എൻ്റെ ഫോൺ ചാർജ് എന്തൊക്കെ നല്ലൊരു സ്ഥലത്ത് സർവീസിന് കൊടുത്തതാണ്. പേര് ഞാൻ പറയുന്നില്ല. അയ്യോ അയ്യോ. Hi Wasim, how are you? How are you doing? Feeling good? Feeling hot? Full tank, full tank. Petrol, can you put it? Petrol? Yes, petrol. How is it? Okay, half way നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും ഒരു നിയർലി 100 കിലോമീറ്റർ. ആൻഡ് വണ്ടിയിലൊരു ഒരു ഹാഫ് ടാങ്കിന് മുകളിലുണ്ട്. ഇതല്ലേക്കാ നിങ്ങളൊക്കെ തന്നെ അല്ലേ? കുറച്ച് സ്പീഡാക്കറല്ലേ? അല്ല നിങ്ങൾ പതുക്കെ പോണേ. നമ്മൾ പതുക്കെ പോണേ. നിങ്ങളെ ശരീരം 120 മിനിമം പിടിച്ചിട്ടില്ലെങ്കിൽ എപ്പം 120 രൂപ 500 രൂപ ഒരു മാസം നല്ല 2 മാസം കഴിഞ്ഞാലും നോ പ്രോബ്ലം. നിങ്ങളെ ശരീരം കാത്തു പോവാ. അതത്രേ ഉള്ളൂ. ഓക്കെ, അതിനൊരു കുറവില്ല. ഞാൻ പോട്ടെ. ഏതാ എവിടെ പോണ്ടേ? ഞാൻ പോകുന്നതാണ്. എവിടെ പോകുന്നത്? അങ്ങനെയൊന്നും കയറാൻ കഴിയില്ല. ബെൻസി പെൻസി Gas. അത്രയും വേണ്ട. എൻ്റെ ഹാഫ് ഉണ്ട്, അതിന് മുകളിലുണ്ട്. ഗുഡ്. ഇന്ത്യ. India. Oh. India. What's your name? I love go to Taj Mahal. Huh? I love to go to Taj Mahal. Taj Mahal, you will Yes. come. You coming with us? I have space. Yeah, you sit here. മൈലേജ് ഒന്നും അറിയില്ല. ദുബായിൽ കണക്ക് പറയാൻ 40 റംസിന് അടിച്ചാൽ 250 കിലോമീറ്റർ ഓടും. റംസിന് അടിച്ചാൽ 250 കിലോമീറ്റർ ഓടും. ആ, എടാ ഫീഫുലൂസ് കൊടുക്കോ? എൻ്റെ അപ്പനെ ഒക്കെ പറയാം. സോ പെട്രോൾ അടി കഴിഞ്ഞു. എത്ര പൈസയായിടാ? How much money? Bike? No problem. No problem? 21,000. Friends? How much? Here you are, no problem. Yes, just zero. This one? How much that? In 7 liters. 7 liters. Yes. ആ, ചെറിയ മണിയടാ. 10-20 റുപ്യ അത്ര ആയിട്ടുള്ളൂ. ചെറിയ പൈസ ആയിട്ടുള്ളൂ. 21 റുപ്യ. ഒന്നും മനസ്സിലാകുന്നില്ല. എങ്കിൽ കയ്യിൽ നിന്നുള്ള കൊടുക്കാ. ഇന്നലെ നമ്മള് 300 കൊടുത്തു. അന്നേരം മോന് പിന്നെ 100 തിരിച്ചു വന്നിട്ട് പറഞ്ഞു 200 അങ്ങോട്ട് അടിച്ചക്കല്ല. പിന്നെ 200 ആ 30 എടുത്തിട്ട് ബാക്കി മൊത്തം തിരിച്ചു വന്നു. അന്നേരം പെട്രോളിന് ഇത്രയും പൈസ കുറവെന്ന് മനസ്സിലായി. ബെൻസീൻ ഓക്കെ. റെക്കോർഡ് ഓഫ് ചെയ്ത റെക്കോർഡ് ഓഫ് ചെയ്ത് 20 ഇത് 10. ആ അതെ, ബാക്കിലിതാ 10. ആ 10 20 27 അല്ലേ ആയത്? അതെ.
അവിടെ പിടിച്ചു നോക്ക്. അപ്പോൾ ഓന് Thanks. Nice friend. how much? 20? 21, yes. 21? It's right, it's okay, no problem. ഓക്കെ ടേക്ക് ഇറ്റ്, നോ പ്രോബ്ലം. Ticket. 50 രൂപ ടിപ്പ് ഇരിക്കട്ടെ. അത് നമ്മളെ പൈസ ഒന്നല്ലേ കൊടുക്കുന്നത്? ഓക്കെ. പെട്രോൾ അടിക്കാന് ഇനി ജംബോക്കും അതിനും പെട്രോൾ അടിക്കാനുണ്ട്. 3 വണ്ടിക്ക് പെട്രോൾ അടിക്കാനുണ്ട്. See the kebab place. വഴിയോരം എന്താ പറയുക, പെട്രോൾ പമ്പിലെ റെസ്റ്റോറൻറ്റാണ്. നാട്ടിൽ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ, ബാംഗ്ലൂരിനൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, ഈ മറ്റേ വെജ് റെസ്റ്റോറൻറ്റ്സ്. എൻ്റെ അറിവിൽ സമാവറ ചായ സുലൈമാനി കിട്ടും. നോക്കട്ടെ എന്താണ് പരിപാടി നോക്കട്ടെ. Hi, the grocery. Hello. Hi, Kospa. Orange. Go with this. Go with this. ഭയങ്കര ചിപ്സ് വേണം. ചിപ്സ് ട്രൈ ചെയ്യാം. ഭയങ്കര ഇഷ്ടമുള്ള എങ്ങനെ ഉണ്ടാവും? നോക്കട്ടെ. How much? How much? Can. Fully plus. 30. Calculator at 77. 0. This. Okay, I gave. Okay, my friend coming. Not coffee. Not espresso. I wait here. Okay. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ ഷിറാസിലേക്ക് എത്തി. റൂം കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഹോട്ടലൊന്നും കിട്ടുന്നുണ്ടായിട്ടില്ല. കുറെ ട്രൈ ആക്കി, ഒന്നും നടക്കുന്നില്ല. എല്ലാവരും മൊബൈലിലും അത് തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്ത് രണ്ടുപേര് പിന്നെ ഒരു ഹെറിറ്റേജ് ടൗൺഷിപ്പ് പോലത്തെ ഒരു ഏരിയ നമ്മൾ ഉണ്ടായത്. അവിടത്തേക്ക് രണ്ടുപേര് പോയി, വേറെ റൂട്ടിൽ 2 ആൾക്കാർ പോയി. അങ്ങനെ റൂം ഓരോരോ പിന്നെ ഹോം സ്റ്റേജിൽ പോയി ചോദിച്ചുകൊണ്ടിരിക്കുക. ആരും പിന്നെ റൂം തരുന്നുണ്ടായിട്ടില്ല. എന്താ അറിയില്ല, അവര് കണ്ടിട്ട് ഇല്ല ഇവിടെ റൂമില്ല എന്നൊക്കെ പറയും. ഭയങ്കര ഡിസപ്പോയിന്റ് ആയിട്ട് തിരിച്ച് നമ്മൾ വണ്ടി വെച്ചിടത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു ഫാമിലി വന്നു. അവര് നമ്മളെ വീട്ടിലേക്ക് വാ, ബി ആഗസ്റ്റ് പറഞ്ഞില്ല, കുഴപ്പമില്ല, നമ്മള് ആ രൂപത്തിൽ അത് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവര് ഭയങ്കരമായിട്ട് പറഞ്ഞ് നമ്മളെ വിളിച്ച് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് ആക്ച്വലി ഒരു ഹോം സ്റ്റേ ആയിരുന്നു. അങ്ങനെ ആ വണ്ടി വെച്ചെടുത്ത് തന്നെ കവേർഡ് പാർക്കിങ്ങോടെ നമുക്ക് പിന്നെ റൂം കിട്ടി. കുറെ ദിവസം നമ്മള് ഇറാനിയൻ ഫുഡ് കഴിച്ചപ്പോൾ ഒന്ന് നാടൻ ഫുഡ് കഴിക്കണമെന്നൊരു ആഗ്രഹം വന്ന് അവിടെ അന്ന് രാത്രി പിന്നെ നെയ്ച്ചോറും മട്ടൻ കറിയൊക്കെ വെച്ച് രാത്രി അവിടെ സ്പെൻഡ് ചെയ്ത് ഒന്ന് പുറത്തൊക്കെ പോയി അവരുടെ സ്ട്രീറ്റ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പിറ്റേന്ന് രാവിലെ നമ്മൾ അവിടുന്ന് ടെഹ്റാനിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. കണ്ടാലും മനസ്സിലാകുന്നില്ല. എല്ലാ ഷോപ്പ് അടഞ്ഞിരിക്കുക. ഫ്രൈഡേ ആകുന്നതുകൊണ്ട് തേഴ്സ്ഡേ ലീവ് അത്ര. സാറ്റർഡേ സൺഡേ ലീവ് പോലെ ദുബായിൽ മുമ്പ് ഉണ്ടായിട്ടില്ല. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ലീവ്. അതേപോലെ ഇവിടെ തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ആണ് ലീവ്. ഒരൊറ്റ ഷോപ്പില്ല. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്.
സോ ഇത് മൈൻഡിൽ വെച്ചോ. എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. ഈ ടൗണും ആൾക്കാരെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നടക്കില്ല. തേഴ്സ്ഡേ ഇവിടെ അറ്റ്ലീസ്റ്റ് മേ ബി വില്ലേജിലായിരിക്കാം. എന്താണ് സിറ്റിയിലുള്ള അവസ്ഥ നമുക്ക് നേരിട്ട് കണ്ടറിയാം. ബട്ട് ഐ ഡോണ്ട് നോ ലൈക്ക് അവൾ അടുത്ത തേഴ്സ്ഡേ ഇവിടെ ഉണ്ടോയെന്നറിയില്ല. 1-ാം തീയതിക്ക് മുമ്പ് ഇറാൻ ക്രോസ് ചെയ്യണം. എന്താണ് ആസ് പെർ പ്ലാൻ അതാണ് സ്കെഡ്യൂൾ. ബിക്കോസ് 18th മുമ്പായിട്ട് നമുക്ക് ചൈന ബോർഡറിലെത്തണം. അങ്ങനെ ഒരു വലിയ ടാസ്ക് ഉണ്ട് അടുത്ത മാസം 18th മുമ്പായിട്ട്. ഓർക്കുന്നില്ലേ മാസം 18th ഇല്ലെങ്കിൽ വലിയൊരു പൈസ പോകും. സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതിന് മുമ്പുള്ള സ്ഥലങ്ങളിലൊക്കെ സമയം ഇട്ടിട്ടാണ് പോകുന്നത്. ലെറ്റ്സ് സീ. മുമ്പത്തെ പ്ലാൻ പ്രകാരം അത് 2 ദിവസം ആയിരുന്നു ഇറാന് ക്രോസ് ചെയ്യാൻ. നമ്മളത് ഒരു 10 ദിവസം 9 ദിവസമാക്കി. പിന്നെ എല്ലാ ഇടത്തിലും എല്ലാ സ്ഥലത്തും 1, 2, 3 ദിവസത്തിലും മിനിമം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ബിക്കോസ് നമുക്ക് ആ നാട് കാണണ്ടേ. വെറുതെ നമ്മൾ മാരത്തൺ റൺ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്. എനിക്ക് ഇറാനിൽ മെയിനായിട്ട് ഫുഡ് അടിയാണ്. ഈ ചൂടെന്നൊന്നും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണേ. എക്സ്ട്രീം തണുപ്പും എക്സ്ട്രീം ചൂടും വലിയ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ മറ്റേ രസ്ന പൊടീൻ്റെ ആഡ് കാണല്ലേ, തലയിൽ നിന്ന് ഊറ്റിയെടുക്കുന്നതെന്ന് പറയുന്നത് അത് സത്യമാണ്. ആ ലെവലിൻ്റെ എൻ്റെ ഹെൽമെറ്റ് തൊഴാടുത്ത് തൊട്ടോക്കിയപ്പോൾ അതിൻ്റെ മുകളിലൊരു മുട്ട പൊളിച്ചിട്ടാൽ നല്ലൊരു ഓംലെറ്റ് അങ്ങ് ഉണ്ടാക്കാം. ഇമ്മാതിരി ചൂടായിരുന്നു. ഇത്രയും വെള്ളം ബോഡിയിൽ നിന്ന് ട്രെയിൻ ചെയ്തെടുക്കണം. നമ്മളെന്താ ചെയ്യാതെ വെച്ചാൽ ഡീഹൈഡ്രേഷൻ ടാബ്ലറ്റ് ഉണ്ട്. കൂടാണ്ട് ഇടയ്ക്ക് ഫുഡ് കഴിച്ചൊരു നല്ലോണം മോരങ്ങ് കുടിച്ചു. കുടിച്ചതൊക്കെ ആവിയായിപ്പോയി. കണ്ണൊക്കെ ഒന്ന് ഇതായി തുടങ്ങി. അത് മേ ബി അത് ഫുഡിൻ്റെ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ തീർന്നു. ഒരു 25 കിലോമീറ്റർ പോവുകയില്ല. ഒന്നും കൂടി പുഷ് ചെയ്താൽ 50 കിലോമീറ്റർ എത്തിക്കാം. അതിന് മുകളിൽ ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല. അതിനൊരു ബ്രേക്ക് വേണം. സോ അടുത്ത ബ്രേക്കിന് വണ്ടിക്ക് വെയിറ്റ് ചെയ്യാം. ചാതി വെയിലാതെ വെച്ചിട്ടാ ഹെവി റോഡെന്ന് പറഞ്ഞാൽ ഹെവി റോഡാണ്. എൻ്റെ റബ്ബേ, വെള്ളം വേണം, വെള്ളം വെള്ളം വെള്ളം, കരിക്കും വെള്ളം വേണം, കരിക്കൻ വെള്ളം. ഇളനീർ നാട്ടിൽ ഇളനീർ കിട്ടിയാലുണ്ടല്ലോ എത്ര കിലോമീറ്റർ ആണെങ്കിലും ഓടിക്കാം. ഒരു സാധനം പിടിച്ച ഇന്നേരം ഇറങ്ങിപ്പോകും. നമ്മൾ ക്ഷീണം പമ്പ അടക്കുന്നില്ല പറയില്ലേ, ആദ്യത്തെ സാധനം. ഫേസ് വാഷ് കുറച്ച് വെള്ളമാണ്. ഒന്ന് മുഖം കഴുകാൻ, ഒന്ന് മുഖം കഴുകാനേ കുറച്ച് വെള്ളം വേണം. ഉറക്കല്ല, ഭയങ്കരമായിട്ട് ട്രെയിനാണ്.
ഒരു ഇട്ടടാ, നല്ല വെള്ളമല്ലടാ മറ്റേത്. ഒന്ന് മുഖം കഴുകാനാ. ഉറക്കല്ല, ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്തു. പെട്ടെന്ന് ഇറങ്ങണ്ട. തുറന്നുറ. അടുത്ത 2 ദിവസത്തില് അവിടുന്ന് 2 ദിവസം ട്രാവൽ ചെയ്താലേ ടെഹ്റാനിലേക്ക് എത്തുമായിരുന്നുള്ളൂ. സോ രാവിലെ തന്നെ ഇറങ്ങി ബാഗൊക്കെ പാക്ക് ചെയ്തു. നല്ല ചൂടായിരുന്നു. രാവിലെ തന്നെ അവിടുന്ന് നമ്മൾ ടെഹ്റാൻ വെച്ച് പഠിച്ച്. Drive on this. Slow. Happy? Nice hair. Can I? High five. Okay, bye. Hi. Back out there. ക്ലോസ് ചെയ്തോ. വൃത്തിക്ക് സംസാരിക്കുന്നതെങ്കിലും കേൾക്കാം. നോക്കാം. 2 or more. Let's see. ഇതുവരെ വലിയതായിട്ടൊന്നും മാറ്റമൊന്നും ഉണ്ടായില്ല. ചെറുതായിട്ട് കൃഷി, നല്ല ഹെവി ചൂട്. എനിക്ക് കാറിലായതുകൊണ്ട് നല്ല സുഖം ഉണ്ടാവും. നമുക്ക് ബൈക്കിലായതുകൊണ്ട് നല്ല വ്യൂ ഉണ്ട്. I don't know, I'm not that person. എന്താ പറയുക, ഒരു മേ ബി രണ്ടിനും 2 അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ദിസ് ഈസ് ഫൺ. ഇറ്റ്സ് ഡേഞ്ചറസ് ബട്ട് ദിസ് ഈസ് ഫൺ. അത് ബൈക്കേഴ്സിന് അതിൻ്റെ ഒരു കണക്ഷൻ മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു അത് ഏത് മനസ്സിലായോ? മേ ബി ഐ എം റോങ്. ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും, ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, ഇതെന്താന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ടാവും. I feel like you have to push your limit. Maybe do something new, like try new things. For me, I wanted to do this trip because I'm pushing myself. This is, I mean, step by step this is possible, but then it's tiring, it's tough, climate-wise. What's the challenge? Mentally, physically, financially, it is tough. മുകളിലുള്ള ആളുടെ ഒരു അനുഗ്രഹമാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അന്നേ ഞാൻ പറയും. ഐ എം ലക്കി. ബാക്കി ചെയ്യണമെന്ന് ഇതേപോലെ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഹയർ എന്തിനു പറയുക, ചെയ്യാനുള്ള അനുഗ്രഹം കൊടുക്കട്ടെ. ബട്ട് അത് വെച്ച് ഇരുന്നതിനാൽ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവും. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിക്ക് ഇറങ്ങണം, വേണ്ടി പണിയെടുക്കണം. മേ ബി പണിയെടുക്കണമെന്ന് എന്നാ പറയില്ല, ഒരു മനസ്സുകൊണ്ട് ഉറപ്പിക്കണം ഞാനത് ഇറങ്ങുകയാണ്, നിയത്ത് അത് ഫസ്റ്റ്. എന്നിട്ട് നിങ്ങളുടെ ഇറങ്ങുക, ബാക്കിയൊക്കെ ഫോളോ ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറ്റ്ലീസ്റ്റ് കാരണം ഈ ട്രിപ്പ് തുടങ്ങുമ്പോൾ ഒറ്റ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു 20,000-25,000 സംതിങ് ലൈക്ക് ദാറ്റ് എൻ്റെ ഒരു വർക്കിൻ്റെ പ്രോഫിറ്റ് മണി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ കുറച്ച് കിട്ടാനുള്ള പൈസ ഉണ്ടായിരുന്നു. അതൊക്കെ ചെറുതാണ് എമൗണ്ട്. മോർ ദാൻ ദാറ്റ് ഞാൻ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തായിരുന്നു. അത് വെച്ചാൽ ഇങ്ങനെ ട്രിപ്പല്ലേ, ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, നമുക്ക് സ്പോൺസർഷിപ്പ് എടുത്തിട്ട് പോവാം.
കാരണം അതിന് വേണ്ടി ഞാൻ കുറേ ഓടി, ഒന്നും വർക്കൗട്ടായില്ല. വളരെ ചെറുതായിട്ട് ഒരു സപ്പോർട്ട് കിട്ടിയെന്നല്ലാതെ കാര്യമായിട്ടൊന്നും നടന്നില്ല. നല്ല ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായി, നല്ലോണം ഹ്യൂമിലിയേഷൻ, എന്താ പറയുക, ഗിൽട്ട് അടിച്ച് എന്തിനാണ് ചെയ്യുന്നത്, ഞാനൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്, ആരാണ് നീ ഈ വേൾഡിൽ, അങ്ങനെ പലതരം തോട്ട്സാണ് പോയിക്കൊണ്ടുണ്ടായത്. ഇത് എന്തിനാണ് ചെയ്യുന്നത്? പിന്നീട് നമുക്ക് മനസ്സിലായത് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്താൽ അത് വെയിറ്റ് ചെയ്യലേ ഉണ്ടാവില്ല. അപ്പോൾ പ്ലാൻ ബി പ്ലാൻ സി ഒക്കെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച്, കുറച്ച് പണം മേടിച്ച്, എൻ്റെ കയ്യിലുണ്ടായ പൈസ മൊത്തമായിട്ട് എടുത്ത്, അങ്ങനെയാണ് ഈ ട്രിപ്പ് ഓണാക്കിയത്. മേ ബി ഐ ക്യാൻ പുട്ട്, എന്താ പറയുക, എൻ്റെ കയ്യിലുള്ള മൊത്തം സേവിങ്സ് ഇട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. തിരിച്ചു വന്നാൽ ഞാൻ 0 ആവും. ആ പേടിയുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ നിൽക്കട്ടെ, അത് അടുത്തതല്ലേ, അതൊന്നര ആലോചിക്കണം. ഇപ്പം നീ ഇത് ഫോക്കസ് ചെയ്യും, അങ്ങനെ മൈൻഡ് പറയാൻ പറയും. എന്തെല്ലാം മെൻ്റൽ സ്റ്റേജിലൂടെയാണ് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നത്. ഇപ്പം ഞാനതല്ല ചിന്തിക്കുന്നത്, ഞാൻ എവിടെ തുടങ്ങി എന്നുള്ളത് എനിക്ക് കട്ടായി പോയി. ഇത് സംഭവിക്കുന്നത് കാര്യമാക്കണ്ട. I don't know, maybe I love talking when I'm driving. Maybe to me, maybe my future ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. വേറെ ആൾക്കാരോട് സംസാരിക്കുന്നത് അറിയിട്ടുണ്ട്, സംസാരിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷേ അതിനാട്ടി മുകളിൽ എനിക്ക് കേൾക്കുന്നത് ഇഷ്ടം, കഥ കേൾക്കുന്നത് ഇഷ്ടമാണ്, ആൾക്കാരുടെ കഥ. സോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് പീസ്.